എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഉപാസ് കോഴിക്കോട്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മൈലേജ് പറയുകയാണെങ്കിൽ എനിക്ക് ഒരു ചാർജിൽ ഏകദേശം 3-3.5 യൂണിറ്റ് കറണ്ട് മാത്രമേ ഇതിന് വേണ്ടൂ. പിന്നെ 3.5 യൂണിറ്റ് കറണ്ടിന് എങ്ങനെ പോലെ ഒരു 20 രൂപയൊക്കെ നമുക്ക് ആകത്തുള്ളൂ. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ലാഭമാണ്. ഓർബിറ്റർ എന്ന വണ്ടിയാണ് EV സ്കൂട്ടർ. ഞാനിപ്പോൾ ഈ വണ്ടി വാങ്ങിയിട്ട് ഏകദേശം 1 മാസം കഴിഞ്ഞു. 450 കിലോമീറ്റർ ഓടി. എൻ്റെ ഒരു മാസത്തെ യൂസർ റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. ആദ്യം തന്നെ മോഡലിനെ പറ്റി പറയുകയാണെങ്കിൽ TVS പുറത്തിറക്കിയ ഒരു പുതിയ മോഡൽ. ആ പുതിയ മോഡൽ കണ്ടുകൊണ്ടാണ് ഞാനിത് എടുത്തത്. പിന്നെ EV സ്കൂട്ടർ TVS ആകുമ്പോൾ ഇന്ത്യയിൽ കൂടുതൽ കാലം ഇപ്പോൾ ഉള്ളത് TVS കമ്പനി കൂടുതൽ കാലമായിട്ടും നല്ല സർവീസും കൊടുക്കുന്നതായതുകൊണ്ടാണ് ഞാൻ TVS എടുത്തത്. പിന്നെ ഒരു പുതിയ ഡിസൈനാണ്. എല്ലാത്തിനും വിപരീതമായി ഒരു EV സ്കൂട്ടറിൽ നല്ലൊരു ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഒരു വെറൈറ്റി DRL-ആണ്. അതിൽ തന്നെയാണ് ഇൻഡിക്കേറ്ററും വരുന്നത്. അതുപോലെ തന്നെ LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് ബ്രേക്ക് ലൈറ്റും LED ടൈപ്പ് തന്നെയാണ്. അതിൽ തന്നെയാണ് LED ഉള്ളത്. ഇതിൻ്റെ മൈലേജ് പറയുകയാണെങ്കിൽ എനിക്ക് ഒരു ചാർജിൽ ഏകദേശം ഒരു 120-125 കിലോമീറ്ററൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ 125 കിലോമീറ്റർ ഒരു ഫുൾ ചാർജ് കിട്ടുകയെന്ന് പറഞ്ഞാൽ തന്നെ ലാഭമാണ്. കാരണം 3-3.5 യൂണിറ്റ് കറണ്ട് മാത്രമേ ഇതിന് വേണ്ടൂ. പിന്നെ 3.5 യൂണിറ്റ് കറണ്ടിന് എങ്ങനെ പോലെ ഒരു 20 രൂപയൊക്കെ നമുക്ക് ആകത്തുള്ളൂ. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ലാഭമാണ്. ഇതിൻ്റെ സീറ്റ് എനിക്ക് തോന്നിയത് ഒരു ബെഞ്ച് ടൈപ്പ് സീറ്റ്. ഏകദേശം 1-2-3 പേർക്ക് ഇരിക്കാം. പക്ഷെ 3 പേര് ലീഗലല്ല. അതുകൊണ്ട് നമുക്ക് 2 പേർക്ക് സുഖമായിട്ട് ഇരിക്കാം. പിന്നെ അതുപോലെ തന്നെ 2 ഹെൽമെറ്റ് ഇതിൽ സുഖമായിട്ട് വെക്കാനും പറ്റും. നല്ല സ്പേസ് ഉണ്ട്. ഒരു മൊബൈൽ ചാർജിങ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. പിന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൊബൈൽ വെക്കാനുള്ള സൗകര്യമുണ്ട്. ചാർജിങ് പോയിന്റ് ഇവിടെയാണ് വരുന്നത്. ബാറ്ററി ചാർജിങ് എനിക്കിതിൻ്റെ ഒരു കുറവായിട്ട് തോന്നിയത് ഫ്രണ്ട് ഡിസ്കല്ല പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്ത 2 മോഡലാണ് ഷീൽഡ്, അതുപോലെ മിററും. വലിയൊരു ബൾക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞാൻ ഈ വണ്ടി ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഇതിൻ്റെ മോഡ് എന്ന് പറയുന്നത് 2 മോഡാണ്. നമുക്ക് കാണാം. ഒന്ന് എക്കോ മോഡ്, പിന്നെ ഒന്ന് സിറ്റി മോഡ്. എക്കോ മോഡിൽ നമുക്കൊരു 45 സ്പീഡിൽ വരെ പോവാം. പിന്നെ സിറ്റി മോഡലാണ് നമുക്കൊരു 70-75 ആണ് പോകുന്നത്. ഇതിൻ്റെ
ക്രൂയിസ് കൺട്രോൾ ആക്ടിവേഷനാണ്. പഴയ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, ആക്സിലേറ്റർ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എൻ്റെ ഒരു മാസത്തെ റിവ്യൂ, യൂസർ റിവ്യൂ എന്ന് പറയുന്നത് ഒരു 10ൽ ഒരു 8 മാർക്ക് ഈ വണ്ടിക്ക് കൊടുക്കാൻ പറ്റും. ആവറേജ് സിറ്റിയിൽ കൂടെയൊക്കെ ഓടിക്കാൻ നല്ലൊരു വണ്ടിയാണ്. ദിവസം യൂസിങ്ങിനോ ദിവസം ഒരു 10, 35, 40 കിലോമീറ്റർ ഓടുന്ന ആൾക്കാർക്കാണെങ്കിൽ ഒരു നല്ല വണ്ടിയായിട്ടാണ് എനിക്ക് പറയാനുള്ളത്.